സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയെ കാണാനായിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം അവർ ആദ്യം കാണുന്നത് ദേവികയാണ്. ദേവികയുടെ മുഖം വാടിയതുപോലെ കാണുമ്പോൾ തന്നെ എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദേവിയാണെങ്കിൽ RK നായരുടെ പ്രൊജക്ടിന്റെ പേരിൽ തനിക്ക് പ്രഷർ ഉണ്ടെന്നും അത് സ്വന്തം വീട്ടിൽ നിന്നാണെന്നും നന്ദുവും അമ്മയും അതിൽ ഒപ്പിട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ആര് തന്നെ പ്രഷർ ചൊലുത്തിയാലും അത്തരം ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ ഈ നാട്ടിൽ വരാനായിട്ട് ഒരിക്കലും പെർമിഷൻ കൊടുക്കരുതെന്ന് ദേവികയോട് ചന്ദ്രമതി പറയുന്നുണ്ട്. മാത്രമല്ല താൻ പ്രഭാവതിയോട് സംസാരിക്കുമെന്നും ചന്ദ്രമതി പറയുന്നു. ഈ സമയത്താവട്ടെ മുരളി നന്ദനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ദേവികയെ വേദനിപ്പിക്കുന്നത് പോലെയൊന്നും സംസാരിക്കരുതെന്നും RK നായരുടെ ആ മാലിന്യ പ്ലാന്റ് അത്രയും അപകടപ്പെട്ട ഒരു കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഞാനും ദേവിയും തമ്മിലുള്ള അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സംസാരത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഞാനും ദേവികയും ഭാര്യയും ഭർത്താവുമാണെന്നും അതുപോലെ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണെന്നും അവൾക്ക് വിഷമം വന്നാൽ അതെല്ലാം മാറ്റിക്കൊടുക്കാൻ ഭർത്താവായിട്ടുള്ള ഞാനുണ്ടെന്നും നീയും അവളും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിച്ച് വളരെ വൃത്തികെട്ട രീതിയിലാണ് നന്ദൻ മുരളിയോട് പെരുമാറുന്നത്. അത് മുരളിയാണെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മാത്രമല്ല അവനത് വല്ലാത്തൊരു ട്രോമയിലേക്ക് എത്തിക്കുന്നുണ്ട്. നന്ദൻ തന്നെയാണ് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പോലും മുരളി ഒരു നിമിഷം ചിന്തിക്കുകയാണ്. അവനാകെ തകർന്നു പോകുന്നു. പിന്നീട് പ്രഭാവതിയെ കാണുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, പ്രഭേ നിന്നെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും കാര്യമായിട്ടുള്ളതൊന്നല്ല, പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഒരിക്കലും പ്രഭയിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോ എന്താ ചന്ദ്രമതി എന്താ പ്രശ്നം? അത് ഞാൻ പറയുന്ന സമയത്ത് നീ മറ്റാരെയും അതിൽ കുറ്റക്കാരാക്കരുത്. ദേവിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒരിക്കലും നിന്നെ പോലുള്ള ഒരു പ്രൊഫസർ അതിന് പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു പറയരുതായിരുന്നു. കാരണം നാടും നാട്ടുകാരും എന്താണെന്ന് നിനക്കറിയാം, അതിന്റെ മൂല്യം എന്താണെന്നും RK നായരുടെ മാലിന്യ പ്ലാന്റേഷൻ ഈ നാട്ടിൽ വന്നാൽ അതിന് പുറമേ ഉണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളും മറ്റും നന്നായി അറിയാവുന്നവളാണ് നീ. എന്നിട്ട് നീ എന്തിനാ ദേവികയെ കൊണ്ട് അതിൽ ഒപ്പിടാനായിട്ട് നിർബന്ധിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ചന്ദ്രമതി ഒന്നും പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേവിക ഭാവിയുള്ള ഒരു കുട്ടിയാണ്. അവൾ ഇനിയും രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ഒരു കുട്ടിയാണെന്നൊക്കെ പറയുമ്പോ അതിനിപ്പോ ഒരു പ്രൊജക്ട് ഒപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പ്രഭാവതി പറയുന്നു. ഒന്നും സംഭവിക്കില്ലേ, ഉറപ്പാണോ എന്നിങ്ങനെ ചന്ദ്രമതി പ്രഭാവതിയെ ഞെട്ടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പ്രഭയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. മറിച്ച് ദേവികയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ദേവികയാണെങ്കിൽ ആ നോട്ടത്തിൽ ഒന്ന് ചൂളി പോകുന്നുണ്ട്. കാരണം പ്രഭയ്ക്ക് അറിയാം ഈ ഒരു പ്രശ്നത്തോട് കൂടിയിട്ട് ദേവിക ഒരു അഴിമതിക്കാരിയായിട്ട് ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാതെയാണ് പ്രഭാവതി നിൽക്കുന്നത്. അങ്ങനെ ദേവികയോട് ചന്ദ്രമതി പ്രഭാവതിയുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, ഒരു അഴിമതിക്കാരി ആവരുത്, ആർക്ക് വേണ്ടിയിട്ടും. നിന്നെ തിരഞ്ഞെടുത്തതും നീ മതി എന്ന് പറഞ്ഞതും ജനങ്ങളാണ്. അവർക്ക് വേണ്ടിയിട്ട് നല്ലത് മാത്രം ചെയ്യുക പറ്റുന്നിടത്തോളം കാലം. അങ്ങനെ ഇസബലയാവട്ടെ കെവിനുമായിട്ട് സംസാരിക്കുകയാണ്. എന്താ പറഞ്ഞ് നന്ദന്റെ തീരുമാനം എന്താണ്, ദേവിക സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ദേവിക മാത്രമല്ല നന്ദന്റെ അച്ഛനും അതേ നിലപാടിൽ തന്നെയാണ്. ഒരു കാരണവശാലും അതിൽ ഒപ്പിടില്ല എന്ന് ദേവിക തറപ്പിച്ചു പറഞ്ഞു എന്നൊക്കെ ഇസബലയെ അറിയിക്കുന്നു. ഈ സമയം ഇസബല പറയുന്നുണ്ട്, നാളെ 6 മണിക്കുള്ളിൽ എനിക്ക് വിവരം കിട്ടിയിരിക്കണം. അവൾ ആ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ പോകുന്നത് എന്റെ കൂടിയും മാനമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒപ്പിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇസബല ആരാണെന്ന് നന്ദനും നീയൊക്കെ അറിയും. അങ്ങനെ ഇസബലയാണെങ്കിൽ ഋഷിയുടെ പേരിൽ തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഈ സമയം കെവിൻ ആണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട്. പിന്നീട് കെവിൻ നന്ദനെ വിളിക്കുകയാണ്. നന്ദനെ വിളിച്ചിട്ട് ഇസബല പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. താൻ ഇപ്പോൾ എത്ര പറഞ്ഞിട്ടും അച്ഛനും ദേവികയും കേൾക്കുന്നില്ല എന്നും ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ തന്റെ മുന്നിൽ എന്നൊക്കെ നന്ദൻ പറയുന്നു. എന്തായാലും നാളെ വൈകുന്നേരം 6 മണിക്കുള്ളിൽ അറിയിക്കണമെന്ന് കെവിൻ പറയാണ്. അല്ലെങ്കിൽ പിന്നെ ഇസബല്ല അവളുടെ പാപ്പനോട് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളൊക്കെ ജയിലിനകത്തായിരിക്കുമെന്ന് പറയുന്നു. ഇന്നത്തെ രാത്രി കൂടിയും തനിക്ക് സമയമുണ്ട് നന്ദൻ ദേവികയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നന്ദനെ വിട്ടയക്കുകയാണ് കെവിൻ. അങ്ങനെ നന്ദനാണെങ്കിൽ ദേവികയെ വീണ്ടും കാണുന്നുണ്ട്. ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് നന്ദൻ പറയുന്നത്. RK നായരുടെ ആ ഒരു പ്രൊജക്റ്റിൽ ഒപ്പിടണമെന്ന് പറയുമ്പോൾ ഇടില്ല 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 എന്നിങ്ങനെ ദേവിക പറയുന്നു. ഇട്ടില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. നന്ദൻ എന്താ എന്നെ അറിയിക്കാൻ പോകുന്നതെന്ന് ദേവിയും ചോദിക്കുന്നു. ഇതിനിടയിൽ ഒന്നും മിണ്ടാതെ പ്രഭാവതി നിൽക്കുന്നുണ്ട്. നന്ദൻ എന്ത് ചെയ്യും, ഞാൻ ആ പ്രൊജക്റ്റിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നാളെ നീ കാണുമെന്നിങ്ങനെ ദേവികയോട് നന്ദൻ ഭീഷണിയോട് കൂടിയിട്ട് പറയുന്നു. എങ്കിൽ പിന്നെ കാണാമെന്ന് ദേവികയും. എന്തായാലും ഭാര്യയും ഭർത്താവിനും ഇടയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇസബല കാരണം കൊണ്ട് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.